എൻ്റെ സത്യസുറിയാനി സഭ എന്ന തലക്കെട്ടിൽ നിലമംഗലം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി വിശ്വാസി സമൂഹത്തിനായി തിരുസഭയുടെ സ്ഥാപനത്തെ വേദപുസ്തക അടിസ്ഥാനത്തിലും സഭയുടെ പാരമ്പര്യത്തിലും നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തിയ ആ ശുശ്രൂഷ നിങ്ങൾ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ട ധ്യാനിച്ച ആ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സവിനയം ഓർമ്മപ്പെടുത്തിയാൽ ആ സംശയങ്ങൾ ദൂരീകരിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മ. രണ്ടാമത്തെ ഭാഗമായിട്ട് പൗരോഹിത്യം എന്ന വളരെ സങ്കീർണമായ ഒരു വിഷയത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നാം പ്രവേശിക്കുക. അനേകരാൽ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം, പ്രത്യേകിച്ചും ആധുനിക ലോകത്തിൽ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പൗരോഹിത്യം എന്നുള്ളത് എന്നത് എല്ലാവരും തന്നെ മനസ്സിലാക്കുന്ന കാര്യം. ഈ പൗരോഹിത്യം എന്ന വിഷയം സത്യസുറിയാനി സഭയുടെ വേദശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് പരിശുദ്ധ സഭ പൗരോഹിത്യത്തിന് വേദാനുഷ്ഠിതമായി നൽകുന്ന മാനങ്ങളെ പ്രാർത്ഥനാപൂർവം ചിന്തിക്കുക, മനസ്സിലാക്കുക, ദൈവം സംസ്ഥാപിച്ച ആ പൗരോഹിത്യത്തിന്റെ ഉറവിടവും അതിൻ്റെ യഥാർത്ഥമായ വഴികളും അതിലൂടെ ദൈവം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നതായ തൻ്റെതായ ശക്തിയും ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനാപൂർവം ഒരുങ്ങാം. ഞാനും വളരെ പ്രാർത്ഥനയോടെയാണ് ഈ ഒരു വിഷയത്തിന്റെ മുൻപിൽ നിൽക്കുന്നത്. പ്രാർത്ഥനാപൂർവം ധ്യാനിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കൂ. ദൈവത്തിന് മനുഷ്യനോടുള്ളതിൻ്റെ ആ അനന്തമായ തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് നാം മനസ്സിലാക്കുമ്പോൾ സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ തന്നെ, അഥവാ ദൈവം തന്റെ ഛായയിലും തന്റെ സ്വരൂപത്തിലും മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കുമ്പോൾ, അഥവാ ആദ്യമനുഷ്യനായ ആദാം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ രാജാവും പുരോഹിതനുമായിട്ടാണ്. ഇത് സുറിയാനി സഭയുടെ ഏറ്റവും ശക്തമായ പാരമ്പര്യവും വേദാനുസൃതമായി വിശ്വസിക്കപ്പെടുന്ന സത്യവുമാണ്. ആദം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ, അവനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ രാജാവും പുരോഹിതനും ആയിട്ടാണ്. കാരണം ദൈവത്തെ നാം അറിയുന്നത് അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, അവൻ എന്നേക്കും നിത്യ പുരോഹിതനാണ്. എന്നേക്കും നിത്യപുരോഹിതനായ ദൈവം എന്നേക്കും രാജാതി രാജാവും എന്നേക്കും കർത്താതി കർത്താവുമായിരിക്കുന്ന ഈ ദൈവം തന്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ
തന്റെ ജീവനെ അവന്റെ ഉള്ളിൽ ആക്കി വെച്ച് അവനെ മെനഞ്ഞെടുക്കുമ്പോൾ, അഥവാ ദൈവത്തിന്റെ ജീവനെ അവന്റെ ഉള്ളിൽ ആക്കി വെച്ച് അവനെ മെനഞ്ഞെടുക്കുമ്പോൾ തനിക്കുണ്ടായിരുന്നതൊക്കെ അവന് പകർന്നു കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. ദൈവജനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു. പരിപൂർണത നൽകിയില്ല. പൂർണ്ണതയിൽ എത്തുവാൻ തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ തന്നിലുണ്ടായിരുന്നതായ ആ ഭാവങ്ങൾ ദൈവം മനുഷ്യന് നൽകിക്കൊടുത്തു, പകർന്നു കൊടുത്തു എന്നത് സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 139 സങ്കീർത്തനം നമ്മൾ ധ്യാനിക്കുമ്പോൾ എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ദൈവത്തെ നമുക്കവിടെ വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ദൈവത്തെയാണ് അവിടെ ഈ 139 സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത്. സകലത പരിശോധിച്ചറിയുന്ന ഒരു ദൈവത്തെ. അതിന്റെ 4-5 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എന്റെ മേൽ ഉണ്ട്. ദൈവത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ എപ്പോഴും കാണുന്നു, അറിയുന്നു, നന്നായി ശോധന കഴിക്കുന്നു എന്നതായ ആ വലിയ ദൈവാനുഭവത്തെ സങ്കീർത്തനക്കാരൻ ധ്യാനിക്കുമ്പോൾ അതിന്റെ 5-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എന്റെ മേൽ ഉണ്ട്. സൃഷ്ടികർത്താവായ ദൈവം എപ്പോഴും എന്റെ മുൻപിലുണ്ട്, എന്റെ പിൻപിലുണ്ട്, എനിക്ക് കാവലാണ്. എന്നിട്ട് 5-ാം വചനത്തിന്റെ പൂർണ്ണത ഇങ്ങനെയാണ്: അവിടുത്തെ കരം എന്റെ മേൽ ഉണ്ട്. ദൈവത്തിന്റെ കൈവെപ്പ് മനുഷ്യന്റെ മേൽ എപ്പോഴും ഉണ്ട് എന്നുള്ളതായ ഒരു വെളിപ്പെടുത്തൽ സങ്കീർത്തനക്കാരനുടെ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ, ആദ്യ മനുഷ്യനായ ആദമിനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ കരത്താൽ മണ്ണുകൊണ്ട് അവനെ മെനഞ്ഞെടുക്കുമ്പോൾ അവന് ദൈവം നൽകിയതായ പൂർണ്ണത എന്താണ്? ദൈവത്തിനുണ്ടായിരുന്ന ആ ദൈവിക അനുഭവങ്ങൾ. രാജാതിരാജാവായിരുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ രാജാവായി സൃഷ്ടിച്ചു. അതുപോലെ തന്നെ അവൻ എന്നേക്കും പുരോഹിതനായിരിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നിത്യപുരോഹിതനായ ദൈവം അവനെ പുരോഹിതനായി സൃഷ്ടിച്ചു. സൃഷ്ടികർമ്മത്തിൽ തന്നെ മനുഷ്യന് ദൈവം നൽകിയ ദൈവിക അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാകുന്നു. ഒന്ന്, രാജ്യത്വം കൊടുത്തു. അതുപോലെ തന്നെ പൗരോഹിത്യവും ആദമിന് നൽകി. മനുഷ്യന്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തിന്റെ ആ അനന്ത സ്നേഹം നൽകി. സൃഷ്ടികർമ്മത്തിൽ തന്നെ ദൈവം മനുഷ്യനെ പുരോഹിതനാക്കി സൃഷ്ടിക്കുന്നു എന്ന് വേദവചനത്തിലൂടെ ഗ്രഹിക്കുകയും പ്രത്യേകിച്ചും സത്യസുറിയാനി സഭയുടെ അതിപരിശുദ്ധമായ പാരമ്പര്യം അത് സുവ്യക്തതയോടെ പഠിപ്പിക്കുകയും സുറിയാനി സഭയുടെ ആരാധനയിൽ ഈ വസ്തുത വളരെ വ്യക്തതയോടുകൂടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പ്രത്യേകിച്ചും വലിയ വെള്ളിയാഴ്ചയുടെ പ്രീമിയർ സദറാകളിലൊക്കെ ഈ പരമസത്യം പല പ്രാവശ്യം ധ്യാനിക്കുന്നത്, ആദമിനെ അവൻ രാജാവും പുരോഹിതനുമായി സൃഷ്ടിച്ചു എന്ന പരമസത്യം ആ ആരാധനയിലൂടെ, വലിയ വെള്ളിയാഴ്ചയുടെ ആരാധനയിലെ പ്രീമിയർ സദറായിലൂടെയൊക്കെ ജനം ധ്യാനിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ആ ആരാധനയിൽ ഒരിക്കലും ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പൗരോഹിത്യത്തെ കുറിച്ചൊരു ആമുഖം നൽകുവാൻ ആഗ്രഹിച്ചാൽ അതിന്റെ പ്രാരംഭം ഇതാകുന്നു: ദൈവത്തിന്റെ അനന്ത സ്നേഹം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് നൽകിയ ദൈവാനുഭവം. ആദമിനെ ദൈവം രാജാവും പുരോഹിതനുമായിട്ട് സൃഷ്ടിച്ചു. വീണ്ടും പുരോഹിതൻ
ആരാകുന്നു എന്നതായ ചോദ്യം, പുരോഹിതൻ ആരാണ് എന്ന ചോദ്യത്തിന് വേദപുസ്തകം വളരെ പെട്ടെന്നാണ് ഈ ആമുഖം മുൻപോട്ട് പോകുന്നത്. പുരോഹിതൻ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഭൗമികരായിരിക്കുന്നവരെ ആത്മീകരാക്കുക. ഒരു പുരോഹിതൻ ആരെന്ന ചോദ്യത്തിന് ഭൗമികരെ ദൈവികരാക്കുക, അതുപോലെ തന്നെ മൃഗസ്വഭാവമുള്ള അനുഭവത്തിൽ കഴിയുന്നവരെ, മൃഗീയമായ ഭാവത്തോടുകൂടെ കഴിയുന്നവരെ ദൈവിക ഭാവമുള്ളവരാക്കി തീർക്കുക. അതിനുവേണ്ടി പ്രത്യേകാൽ വിളിക്കപ്പെട്ടവരാകുന്നു പുരോഹിതന്മാർ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അദൃശ്യനായ ദൈവത്തിന്റെ ഭൂമിയിലെ സ്ഥാനാപതിയാണ് പുരോഹിതൻ. അദൃശ്യനായ ദൈവത്തിന്റെ ഈ ഭൂമിയിലെ സ്ഥാനാപതിയായി ദൈവത്താൽ നിലനിർത്തിയിരിക്കുന്നവനാകുന്നു പുരോഹിതനെന്ന് കൊരിന്തോസിന് 2-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, 3-ാമത്തെ കാര്യം, തന്റെ തിരുസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദിവ്യ കൂദാശകളെ ശുശ്രൂഷിക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാകുന്നു പുരോഹിതൻ. ദൈവികമായ കൂദാശകളെ നിവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം തിരുസഭയിൽ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന തന്റെ ശുശ്രൂഷകരാകുന്നു പുരോഹിതന്മാർ. അപ്പോൾ തന്നെ 4-ാമത് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലൂടെ വിശുദ്ധ പൗലോസ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വമേധയാ ഒരുവനും തനിക്ക് തന്നെ ഒരു പുരോഹിതനാക്കിയെടുപ്പാൻ സാധ്യമല്ല. സ്വമേധയാ തനിക്ക് തന്നെ ഈ സ്ഥാനം വഹിക്കുവാൻ കഴിയാത്തവനാണ് പുരോഹിതൻ. അഹറോനെ പോലെ ദൈവത്താൽ പ്രത്യേകമായി വിളിക്കപ്പെട്ടവനും തെരഞ്ഞെടുക്കപ്പെട്ടവനുമാകുന്നു പുരോഹിതൻ എന്ന് എബ്രായ ലേഖനം 5:4 വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 5-ാമത്തെ കാര്യം, ദൈവ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട അഥവാ മശിഹായിൽ നിന്നും കൈവപ്പ് പ്രാപിച്ച് ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് പുരോഹിതൻ എന്ന് 1 തിമോത്തി 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിലൂടെയും തിത്തോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 7 വരെ വചനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗരോഹിത്യത്തിന്റെ ഒരാമുഖം നൽകി മുൻപോട്ട് പോകുമ്പോൾ 2-ാമത്തെ ഭാഗം, പുരോഹിതൻ എന്ന വാക്ക് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് കാണുന്നത് വിശുദ്ധമുള്ള ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വചനങ്ങളാണ്. 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിലാണ് വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് പുരോഹിതൻ എന്ന ഒരു പദം കാണുന്നത്. അത് മറ്റാരെക്കുറിച്ചുമല്ല പറയുന്നത്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ എന്ന് അവിടെ വിശേഷിപ്പിക്കുന്നത് മൽക്കീസദേക്കിനെ കുറിച്ചാണ്. വേദപുസ്തക പഠനത്തിൽ പുരോഹിതൻ എന്ന പദം ആദ്യമായി വരുന്നത് അല്ലെങ്കിൽ ആദ്യമായി രേഖപ്പെടുത്തുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. മൽക്കീസദേക്കിനെ കുറിച്ചുള്ള ഒരു വിവരണം തുടർന്ന് വരുന്നത് കൊണ്ട് ഞാൻ അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ പുരോഹിതൻ എന്ന പദം ഉപയോഗിക്കുന്നത് ഇപ്രകാരം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ് എന്ന് ഓർമ്മപ്പെടുത്തി ഞാനതിന്റെ ആമുഖത്തിന്റെ പ്രാരംഭം ഇവിടെ ഉദ്ധരിക്കുകയാണ്. വീണ്ടും തിരുസഭ പൗരോഹിത്യത്തെ 2 ഭാഗമായിട്ട് കാണുന്നു. ഒന്ന് പഴയ നിയമ പൗരോഹിത്യവും, 2 പുതിയ നിയമ
പൗരോഹിത്യം. പഴയ നിയമ പൗരോഹിത്യത്തെ വിട്ട് സുറിയാനി സഭ പുതിയ നിയമ പൗരോഹിത്യത്തെ കാണുന്നേയില്ല. പ്രത്യേകിച്ചും പഴയ നിയമ പൗരോഹിത്യത്തിൽ നിറഞ്ഞ് തുളുമ്പിയ ഒരുപാട് പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. വേദപുസ്തകം അപ്രകാരം വെളിപ്പെടുത്തിയ ഈ പഴയ നിയമ ചരിത്രത്തിൽ എന്നും അഗ്രഗണ്യരായി കാണുന്ന പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും സുറിയാനി സഭ അവരുടെ ആരാധനയിൽ വളരെ ശ്രേഷ്ഠതയോടുകൂടെ ലയിപ്പിച്ചുകൊണ്ട് അവരിൽ കരുണ തോന്നിയ, അവരിൽ കരുണ കാണിച്ച ദൈവത്തിന്റെ മുൻപിൽ കരുണ തേടുന്ന ഒരു സമർപ്പണമാണ് സുറിയാനി സഭയുടെ ഈ ആരാധനയിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശുദ്ധമുള്ള പുറപ്പാടിന്റെ പുസ്തകം 29 അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമ പൗരോഹിത്യത്തിന്റെ പ്രാരംഭം കുറിക്കുന്നതായ വചനങ്ങളെ ശ്രവിപ്പാനായിട്ട് സാധിക്കും. ആ വചനത്തിലൂടെ പുരോഹിത ഗണത്തിലെ അല്ലെങ്കിൽ പുരോഹിതന്മാരിലുള്ള 3 ഗണങ്ങളെ പ്രത്യേകമായിട്ട് മോശ വഴിയായി ദൈവം ഓർമ്മപ്പെടുത്തുന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൽ 1 മഹാപുരോഹിതന്മാർ, 2 പുരോഹിതന്മാർ, 3 പൗരോഹിത്യ വർഗം. 1 മഹാപുരോഹിതന്മാർ, 2 പുരോഹിതന്മാർ, 3 പൗരോഹിത്യ വർഗം അഥവാ പൗരോഹിത്യ ഗണം. ഈ 3 തലങ്ങളായി തിരിച്ചുകൊണ്ടാണ് പഴയ നിയമ സഭയിൽ പൗരോഹിത്യത്തെ വേദാനുസരണം മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ പുരോഹിത സ്ഥാനങ്ങളെ വേർതിരിച്ച് കാണുവാനും സാധിക്കുന്നു. സുറിയാനി സഭയുടെ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്ന ആ പ്രാരംഭ സമയത്ത് കുർബാന പരസ്യമാകുന്നതിന് മുൻപ് പഴമ വായിച്ചു കഴിഞ്ഞാൽ നാം പാടുന്ന ഗീതങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ പ്രാരംഭം ഇങ്ങനെയാണ്: കർത്താവേ പ്രാർത്ഥന കണ്ടാടിയാർ ശ്രോഷയെ നിനുവയറിൽ യാചന പോൽ കടലതിൽ യൗനാനെന്ന പോലെ കനിയുഗ ദാസൻ പരിശുദ്ധ കുർബാന ആരംഭിക്കും മുൻപ് യാമപ്രാർത്ഥനകൾ മുഴുവനും തികച്ച് പഴമ വായിച്ച് അതിൻ്റെ ശേഷം നീതിമാന്മാരായിരിക്കുന്ന വലിയൊരു സമൂഹം ദൈവത്തിന്റെ ഭവനത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പാടുകയാണ്, കരുണ തേടി പ്രാർത്ഥിക്കുകയാണ്. ഇതാ ഒരു പരിശുദ്ധ കുർബാന ആരംഭിക്കുക, അതിനു മുൻപ് കരുണ തേടുകയാണ്. പഴയ നിയമ ചരിത്രത്തിലെ പുരോഹിതഗണത്തിൽ അഗ്രഗണ്യനായ അഹറോൻ സമർപ്പിച്ച ധൂപാർപ്പണം പോലെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ, ഈ ധൂപത്തെ കൈക്കൊള്ളണമേ എന്ന് അവരോട് ദൈവത്തോട് കരുണ തോന്നി അല്ലെങ്കിൽ കരുണ തേടി പ്രാർത്ഥിക്കുന്നു. വീണ്ടും അഹറോന്റെയോ മാസ്കാറിയാതന്നുടെയോ ധൂപമതോ മാരണത്തെ നീക്കിയ ഫിനഹാസിൻ
ആടിയാരുടെ ധൂപത്തെയോ അൻപുടയോനെ കൈക്കൊള്ളുക. വീണ്ടും ഹാബേലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയാരോ അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയോ കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്ക. സത്യസുറിയാനി സഭയുടെ ഏറ്റവും വലിയ ആരാധന പരിശുദ്ധ കുർബാന ആരംഭിക്കും മുൻപ് ദൈവജനം കരുണയുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഈ ബലിയുടെ അനുഗ്രഹത്തിനു വേണ്ടി കരുണ തേടി പ്രാർത്ഥിക്കുന്നത് പഴയ നിയമ ചരിത്രത്തിലെ പുരോഹിതന്മാരെ ദൈവത്തിനു മുൻപാകെ സമർപ്പിച്ച് അവർ അണച്ച ധൂപത്തെ കൈക്കൊണ്ട ദൈവമേ, അവരോട് പ്രീതി തോന്നിയ ദൈവമേ, അവർക്കൊക്കെ ഒരുപാട് ബലഹീന വശങ്ങളുള്ളവരായിരുന്നു. അവരുടെ ബലഹീനതകളെ, ഒരു ജനത്തിന്റെ ബലഹീനതകളെ ഓർക്കണം. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ബലഹീനതയുള്ള ഒരു വലിയ കൂട്ടമായിരുന്നു അവർ. എന്നാൽ ആ ബലഹീനതയുള്ള ജനത്തിന്റെ നടുവിൽ ഈ പുരോഹിതന്മാർ അണച്ച ബലിയും ധൂപാർപ്പണവും കൈക്കൊണ്ട ആ ദൈവത്തിന്റെ സ്നേഹം ഒരു കരുണയായി ഞങ്ങളിലേക്ക് ഇറങ്ങി ബലിയിലൂടെ ഒരു വലിയ അനുഗ്രഹം മുഴുവൻ ലോകത്തിനും വേണ്ടി. ഒരു ബലി അർപ്പിക്കുന്നത്, ഒരു പുതിയ നിയമസഭയുടെ ഒരു ബലി, സത്യശ്രീയാൻ സഭയുടെ ബലി അർപ്പിക്കുന്നത് ആ ഇടവകയ്ക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ അവിടെ കൂടി വന്ന ജനങ്ങൾക്ക് വേണ്ടി മാത്രമോ അല്ല, സൃഷ്ടി മുഴുവനും വേണ്ടിയാണ് ഒരു ബലി അർപ്പിക്കുന്നത്. സൃഷ്ടി മുഴുവനും വേണ്ടി, അല്ലാതെ ഒരു മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ അവിടെ കൂടി വന്ന ഇടവകയ്ക്ക് വേണ്ടിയോ ഒരു സഭയ്ക്ക് വേണ്ടിയോ മാത്രമല്ല, സൃഷ്ടി മുഴുവനും വേണ്ടി ബലിയായി തീർന്ന കർത്താവിന്റെ പരിശുദ്ധ കുർബാന ഓരോ ബലിയർപ്പണവും സൃഷ്ടി മുഴുവനും വേണ്ടിയാണ്. അപ്പൊ സൃഷ്ടി മുഴുവനും വേണ്ടി അർപ്പിക്കപ്പെടുന്നതായ ഈ ബലിയർപ്പണത്തിന് ഇതാ മാധ്യസ്ഥത തേടുന്നത് ആരുടെ ധൂപാർപ്പണത്തെയാണ്? പഴയ നിയമ ചരിത്രത്തിൽ സത്യവേദ പുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്താൽ നീതീകരിക്കപ്പെട്ട പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും ബലിയെ നോക്കിക്കണ്ടുകൊണ്ടാണ്.